അംഗവിക്ഷേപങ്ങൾ കൊണ്ടും വാചാടോപങ്ങൾ കൊണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ആവരുത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ. പ്രിയപ്പെട്ട നികേഷ്, താങ്കൾ അഴീക്കൽ പോർട്ടിനെ കുറിച്ച് കാണിച്ച വിഷ്വലിൽ ഉള്ള ബിൽഡിംഗ് ഇതാണ്. ആ ബിൽഡിംഗ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ അറിയാം. കോടിക്കണക്കിന് രൂപയെ മുതൽ മുടക്കി ഒരു പുതിയ നമ്മളുടെ ഗോഡൌണിന് മന്ത്രി തറക്കല്ലിട്ട് അതിന്റെ ടെൻഡർ കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അഴീക്കൽ പോർട്ടിന്റെ ഓഫീസ് ആ കാണുന്ന ബിൽഡിംഗ്. അവിടെ വന്നിരിക്കുന്ന കട്ടിംഗ് സെക്ഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ഹണ്ടർ ഹാൻഡ്ലിംഗ് അടക്കമുള്ള നിരവധി ഉപകരണങ്ങൾ ഈ അഴീക്കൽ പോർട്ടിലുണ്ട്. ഈ കാണുന്ന ക്രെയിനാണ് മിനിഞ്ഞാന്ന് വരെ ഒരിക്കലും അഴീക്കൽ തുറമുഖത്ത് വരില്ല എന്ന് പറഞ്ഞ ആ ക്രെയിൻ. ഇത് ജർമ്മൻ നിർമ്മിതമായിട്ടുള്ള ക്രെയിനാണ്. ഏകദേശം 17 കോടി രൂപയോളം അതിന് വിലയുണ്ട്. 2-2.5 കോടി രൂപയോളം അതിന്റെ ടാക്സും ഉണ്ട്. ഏകദേശം ഒരു 20 കോടി രൂപ ചെലവ് വരുന്ന ഈ ക്രെയിനാണ് ഇവിടെ വരില്ല എന്ന് പറഞ്ഞത്. അതാണിപ്പോ ഈ അഴീക്കൽ തുറമുഖത്ത് വന്നു ചേർന്നിട്ടുള്ളത്. ഇത് കട്ടിംഗ് സെക്ഷൻ ഡ്രഡ്ജറാണ്. ഏകദേശം 20 കോടി രൂപയോളം വരും. ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ഈ ഡ്രഡ്ജർ. ഇപ്പോൾ ചില പൈപ്പുകൾ എത്തിച്ചേരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇരിനാവിൽ നിന്ന് അവിടുത്തെ ആവശ്യത്തിന് കോസ്റ്റൽ ഗാർഡിന് കൊടുക്കേണ്ടുന്ന ഇവിടെ നിന്ന് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് നമ്മൾ അവിടെയാണ് കൊടുക്കുന്നത്. അത് ഇപ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നത് പൈപ്പ് ലൈൻ എത്തിക്കാനുള്ള കാലതാമസം കൊണ്ട് മാത്രമാണ്. 20 കോടിയോളം കഴിഞ്ഞ നവംബറിലാണ് ഇത് നമ്മൾ കൊണ്ടുവന്നത്. ഈ വർഷം 82 കോടിയുടെ പദ്ധതികളാണ് അഴീക്കൽ പോർട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് ഇവിടെ ഗേറ്റിൽ നിന്നാണ്. അതിമനോഹരമായ ഒരു ഗേറ്റ് ഉണ്ട്. ഞാനിവിടെ ആദ്യമായി വന്നപ്പോ ഈ ഗേറ്റ് എന്തായിരുന്നു, ഓഫീസ് എന്തായിരുന്നു എന്ന് അന്നത്തെ ആളുകളോടെങ്കിലും താങ്കൾ ഒന്ന് ചോദിച്ചു നോക്കണം. അത്രമേൽ ദയനീയമായിരുന്നു ഈ അഴീക്കൽ പോർട്ടിന്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഇന്നതല്ല. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജനങ്ങളെ കബളിപ്പിക്കാൻ, അവരെ വിഡ്ഢിയാക്കാൻ പല വർത്തമാനങ്ങളും പറയാം. പുറകെ വളരെ അടുത്താണെന്ന് താങ്കൾക്ക് ഇപ്പോഴാണ് തോന്നിയത്. അത് ഈ അടുത്ത കാലത്ത് ഇങ്ങോട്ട് നീങ്ങി വന്നതല്ല, നേരത്തെയും അടുത്താണ്. നമ്മളുടെ ലക്ഷദ്വീപ് ഈ അടുത്ത കാലത്ത് അഴീക്കൽ പോർട്ടിലേക്ക് അടുത്തു വന്നിട്ടില്ല. ആ ദൂരവും പഴയതുപോലെ തന്നെയാണ്. പിന്നെ എന്തേ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു കാര്യവും ചെയ്തില്ല, ഒരു പുരോഗതിയും ചെയ്തില്ല? നിങ്ങൾ ഈ കാണുന്ന വാർഫ് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഞാൻ ഈ മണ്ഡലത്തിൽ MLA ആയിരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഈ കാണുന്ന വികസന പ്രവർത്തനം ഞാനെല്ലാം എണ്ണി പറയാൻ ശ്രമിക്കുന്നില്ല. താങ്കൾ പാപ്പിനിശ്ശേരി പാലത്തിലെ പണിതീരാത്ത പാലത്തെ കുറിച്ച് പറഞ്ഞു. ആ പാലം കൊണ്ടുവന്നത് ഞങ്ങളാണ് ഡിസൈനിങ് പാലം ഉൾപ്പെടുത്തിയത്. പാലം ഉൾപ്പെടുത്തി. ആ പാലമില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ പാലം വരുന്നില്ലായെങ്കിൽ ഒരുപക്ഷെ പാപ്പിനിശ്ശേരി സ്ഥലമാണ്. പണിതീരാത്ത പാപ്പിനിശ്ശേരി പാലത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്നാൽ നികേഷിന്റെയും എന്റെയും ആയുസ്സുണ്ട് പുല്ലുപ്പി പാലത്തിന്. നോക്കൂ നിങ്ങൾ, പുല്ലുപ്പി പാലം, ആ പുല്ലുപ്പി പാലത്തിന് 40 വർഷം. ആ സ്വപ്നം പൂവണിഞ്ഞത് ഈ കാലത്താണ്. ഞാൻ ഇവിടെ MLA ആയിരുന്ന കാലത്താണ്. ഞാൻ ദയവത് നികേഷിനോട് പറയുന്നത്, ഈ കള്ളക്കളിയെ നമുക്ക് അവസാനിപ്പിക്കാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് തോന്നുമ്പോൾ വന്ന് കയറാനും മടുക്കുമ്പോൾ നിർത്താനുമുള്ള ഒരിടമല്ല. അതറിയണമെങ്കിൽ ഒരുപാട് തല്ലും അടിയും കൊണ്ട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു SFIക്കാരനോട് അല്ലെങ്കിൽ ഒരു DYFIക്കാരനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. രാഷ്ട്രീയം ഒരു സമർപ്പണമാണ്. അത് ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജീവിതത്തിലെ ഉത്തരവാദിത്വ ബോധമാണ്. അത് നിർവഹിക്കാൻ താങ്കൾ ഇനിയും പഠിച്ചിട്ടില്ല എന്നതാണ് ഒരുപക്ഷെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗിമ്മിക്കുകൾ കൊണ്ട് രാഷ്ട്രീയത്തിൽ അധികകാലം നിൽക്കാനാവില്ലെന്ന് മിനിമം ധാരണയെങ്കിലും താങ്കൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് പറയാൻ. പ്രിയപ്പെട്ട സുഹൃത്തെ, നമുക്കൊരു തുറന്ന സംവാദമാകാം. നമുക്ക് പുതിയ തെരുവിൽ വെച്ചാകാം, ആളുകളുടെ മധ്യത്തിൽ വെച്ച്. ഇനി ജനങ്ങളെ ഭയമാണെങ്കിൽ താങ്കൾക്ക് സുപരിചിതമായ മീഡിയ മുറിക്കകത്ത് ക്യാമറ കണ്ണുകൾ മാത്രം തുറന്നിരിക്കുന്ന ഒരു മുറിക്കകത്താകാം. ഞാൻ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയും. 35 വർഷം കൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നതിന്റെ 10 ഇരട്ടി വികസനം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം അഴീക്കോട് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയും. ആത്മവിശ്വാസം എന്റെ കൂടെയുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയും. നമുക്കൊരു തുറന്ന ചർച്ചയാവാം. എല്ലാത്തിനെ കുറിച്ചും, രാഷ്ട്രീയത്തെക്കുറിച്ച്, മൗലികതയെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്, നമ്മളുടെ ഇടപാടുകളെക്കുറിച്ച് എല്ലാം സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊന്ന് തുറന്നിരിക്കാം. അതിന് താങ്കൾ വരണമെന്നാണ് എന്റെ അപേക്ഷ. സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരമാണ്. എന്നാലും താങ്കൾക്ക് ഇപ്പോഴും നേരം എടുത്തിട്ടില്ലാത്തത് കൊണ്ട് താങ്കൾക്കൊരു ഗുഡ് മോർണിംഗ്.